ഹായ് ജീനിയസ് കമ്മ്യൂണിറ്റി, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാന നഗരിയിൽ തലയുയർത്തി നിൽക്കുന്ന സൈലത്തിന്റെ ജെഇ ഹൈബ്രിഡ് ക്യാമ്പസിലാണ്. നമുക്ക് തിരുവനന്തപുരത്തെ നമ്മുടെ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസ് ഒന്ന് കാണാം. വരൂ. സാറേ, കേറി വരുമ്പോഴേ നമ്മുടെ അതിമനോഹരമായ റിസപ്ഷൻ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, നമ്മുടെ അതിമനോഹരമായ SVP സാർ ഇവിടെ എല്ലാമായ നമ്മുടെ SVP സാർ ഇവിടെ ഉണ്ട്. അതെ, മാത്തമാറ്റിക്സിന്റെ പുലിക്കുട്ടി SVP സാറുണ്ട്. സാറേ, എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ, കുട്ടികൾ ഇന്ന് ലീവിലാണ്, ഹോസ്റ്റലാണ് ഉള്ളത്. വളരെ അടിപൊളിയായിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ് മക്കളുള്ളത്. ഇവിടെ ഇന്ന് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, കുറെ ടീച്ചേഴ്സ് തന്നെ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ട്. മക്കളൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എന്നാ ക്യാമ്പസിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലെ. അപ്പൊ ഇവിടെ താഴെയുള്ളത് മിനി കോൺഫറൻസ് ഹോൾ ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ റൂം, മാനേജർ, റിസപ്ഷൻ ഏരിയ മാത്രം. ഫസ്റ്റ് ഫ്ലോർ മുതൽ അങ്ങോട്ട് ക്ലാസ് റൂം, ടീച്ചേഴ്സിന്റെ ലോഞ്ച് ഒക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായിട്ടും. സോ അപ്പൊ നമ്മള് റിസപ്ഷൻ ഏരിയയും അതേപോലെ നമ്മുടെ വിശാലമായ ലോഞ്ചും കണ്ടു. ഇനി എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെയാ ഉള്ളത്. യെസ്, ഇവിടെ കോൺഫറൻസ് ഹോള് കാണുന്നുണ്ട്, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ റൂം കാണുന്നുണ്ട്. അതുണ്ടോന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, സാറുണ്ട്. യെസ്, ആനന്ദ് സാറാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, ഡോക്ടർ ആനന്ദ് മേഴത്തൂർ. എന്തുണ്ട് സാർ, സുഖല്ലേ? സാർ ഇരിക്കുന്നില്ല സാർ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാ. നമുക്ക് പിന്നീട് വിശദമായിട്ട് ഇരിക്കാം. അപ്പൊ വർക്കൊക്കെ എങ്ങനെ പോകുന്നു സാർ? ഉഷാറല്ലേ? ആണല്ലേ? ഓക്കെ, ആളൊരു മജീഷ്യനും കൂടിയാണ്. ഒരുപാട് കലകൾ അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലേ? അതെ, നമുക്ക് മാനേജ് ജീവിച്ചു. ഓക്കെ, കോൺഫറൻസ് ഹാള് നമുക്ക് നോക്കാം. ഇവിടെ വിശാലമായ ഒരു റൂം തന്നെയാണുള്ളത്. ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് കോൺഫറൻസ് ഹാള് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഫെസിലിറ്റി മാനേജറിന്റെ റൂമിലേക്കാണ്. തിരക്കിലാണെന്ന് തോന്നുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അബിൻ സാർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങോട്ടാണ്. ഹായ് സാർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ്. സുഖല്ലേ സാർ? വർക്കിലാണെന്ന് തോന്നുന്നല്ലേ? ആണല്ലേ? ഓക്കെ, അത് ഞങ്ങൾ ശല്യപ്പെടുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നേ. യെസ് സാർ. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നേരത്തെ SVP സാർ പറഞ്ഞ പോലെ ഫാക്കൽറ്റി ലോഞ്ചും അതുപോലെ അക്കാഡമിക് കോർഡിനേറ്റർ ഒക്കെ ഉള്ള. നമുക്ക് എന്നൊരു കാര്യം ചെയ്യാം, നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഓക്കെ, നമുക്ക് ട്രിവാൻഡ്രത്ത് ജെഇക്ക് 2 ഹൈബ്രിഡ് ക്യാമ്പസ് ആണുള്ളത്. ഒന്ന് നമ്മൾ നിൽക്കുന്ന ഈ ശ്രീകാര്യം ക്യാമ്പസ്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാച്യൂല് ഡേയ്സ് സ്കോളേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പസ് കൂടി. യെസ്, ഈ ശ്രീകാര്യം ക്യാമ്പസിൽ കൂടുതലും ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി സെന്റർ ഹെഡിന്റെ റൂമിലേക്ക് പോവാം. സാർ ഇവിടെ ഉണ്ടോ? അമൽ സാറാണ് സെന്റർ ഹെഡ്. നോക്കാം നമുക്ക്. ഹായ് സാർ. ഹായ് സാർ. എന്തുണ്ട്, തിരക്കിലാണോ? അതെന്ത് ചോദ്യാന്നല്ലേ? അതെന്ത് ചോദ്യം. എന്തുണ്ട് സാർ, സുഖല്ലേ? ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നേ. കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ക്യാമ്പസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, ടീച്ചേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, സാറിനെ എല്ലാവരെയും ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പൊ സാർ വർക്ക് നടക്കട്ടെ, നിങ്ങളൊന്ന് ക്ലാസ് റൂമും അതുപോലെ ഫാക്കൽറ്റി ലോഞ്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ വിശാലമായ ക്ലാസ് റൂം. ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല അലൈൻ ചെയ്തിട്ടുള്ള ക്ലാസ് റൂം. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഫെസിലിറ്റീസിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു അടുത്തതാണ്. എല്ലാ വീഡിയോസിലും AC ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താ പറയാ ഡിജിറ്റൽ ആണ് കംപ്ലീറ്റ് ആയിട്ട് അല്ലേ? അതോടൊപ്പം തന്നെ എന്താ പറയാ നല്ല വിശാലതയുണ്ട്. കുട്ടികൾക്ക് നല്ല റിലാക്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ക്ലാസ് റൂം തന്നെയാണ്. അത് എല്ലാ ക്യാമ്പസിലും സൈലത്തിന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം സൈലം ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആ ഒരു ധാരണ കിട്ടും. സാർ, നമുക്ക് അടുത്ത് ഫാക്കൽറ്റി റൂം അല്ലേ കാണേണ്ടത്? അപ്പൊ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഫാക്കൽറ്റി റൂമാണ്. സോ ഇപ്പൊ നമ്മൾ ഫിസിക്സിന്റെ ഫാക്കൽറ്റി റൂമിലേക്ക് പോകുന്നത്. അവിടെ ടീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും നോക്കാം. കൂടുതൽ ടീച്ചേഴ്സും ഹോസ്റ്റലിലാണ്. പോയ പോലെ. അതെ സാർ.
അപ്പൊ ഇതാണ് നമ്മളുടെ ഫിസിക്സ് ഫാക്കൽറ്റീസിന്റെ ഫാക്കൽറ്റി റൂം. ഇതവിടെ നമ്മുടെ സാറുണ്ട്. സാറേ ഹായ്. നിഖിൽ, റുഫൈദ്, അനന്തു. സൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് മെറ്റീരിയൽ അല്ലെ. സെൻട്രലൈസ്ഡ് എല്ലാ സെന്റേഴ്സിലും കോമൺ ആയിട്ട് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കണം. അത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിന്റ് എടുക്കുന്നത്. അതെ, ഇവിടുത്തെ പ്രിന്റിംഗ് ആൻഡ് DTP റൂമാണിത്. യെസ്. സോ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തോ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് സാറേ. വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് LMRP മെറ്റീരിയൽ ആവാനാണ് സാധ്യത. ഫിസിക്സിന്റെ LMR മെറ്റീരിയൽ ആണ്. കെമിസ്ട്രി ഉണ്ട് സാർ. അതെ, എല്ലാം ഉണ്ട്. എല്ലാ സബ്ജക്റ്റും ഉണ്ട്. മാത്സ് പെട്ടെന്ന് കാണുന്നില്ല, ഉണ്ടാവും. അപ്പൊ ഇവിടുന്നാണ് പ്രിന്റ് എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അല്ലെ. നമുക്കറിയാം നമ്മളെ മെറ്റീരിയൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത്രയും ഹാൻഡ് പിക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത്. യെസ്, എല്ലാ കുട്ടികൾക്കും ഒരേ ക്വാളിറ്റിയിൽ കോൺസെപ്റ്റുകൾ കൊടുക്കുക, ക്വസ്റ്റ്യൻസ് കൊടുക്കുക എന്നുള്ളതാണ് കാര്യത്തിന്റെ ഏറ്റവും വലിയ പോളിസി. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് പ്രിന്റിംഗ് ആൻഡ് DTP ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ലൈബ്രറി ഉണ്ട് സാറേ, അടുത്ത ഫ്ലോറിലാണ് തോന്നുന്നത്. നമുക്ക് ലൈബ്രറി. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ JEE ഹൈബ്രിഡ് ക്യാമ്പസ്. അപ്പൊ ഇതിന്റെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കാഞ്ഞത്. അത് മാത്രമല്ല, നമ്മുടെ ടൗണിന്റെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കുന്ന വളരെ കാം ആൻഡ് പീസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ഒരു ക്യാമ്പസിനുള്ളത്. അതെ, ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകത ഒരു കാലാവസ്ഥയാണ്, ഒരു കുളിർമയാണ് അല്ലെ. ആ കുളിർമ നമുക്ക് വീഡിയോയിലൂടെ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ട്. സോ ഗൈസ്, നിങ്ങളുടെ JEE പ്രിപ്പറേഷന് ഏറ്റവും നല്ലൊരു ക്യാമ്പസ് തന്നെയാണ് ട്രിവാൻഡ്രം JEE ഹൈബ്രിഡ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, എപ്പോഴും നിങ്ങളുടെ JEE പ്രിപ്പറേഷന് വേണ്ടി കൂടെ തന്നെ ഉണ്ടാവും. ഫുൾ ടൈം ഓൺ ആയിരിക്കും. കാരണം ഇന്ന് തന്നെ കുട്ടികൾ ഇവിടെ ഇല്ല, കുട്ടികൾ ഹോസ്റ്റലാണ്, ടീച്ചേഴ്സ് അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫാക്കൽറ്റി ലോഞ്ചിൽ ഫാക്കൽറ്റീസിനെ കാണാതിരുന്നത്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ സാറേ. അപ്പോ ഓൾ ദി ബെസ്റ്റ്.